വാർത്താരംഭം ആദ്യം കടക്കുന്നത് ദേശീയ വാർത്തകളിലേക്കാണ്. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഭാരത് ഗ്രാമീൺ ബന്ദ് ഇന്ന്. സംയുക്ത കിസാൻ മോർച്ച ഉൾപ്പെടെ വിവിധ തൊഴിലാളി സംഘടനകളാണ് ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പ്രധാന നഗരങ്ങളിൽ റോഡ് തടയലിന് ആഹ്വാനമുണ്ട്. പഞ്ചാബിലെ പ്രധാനപ്പെട്ട ദേശീയ പാതകളും മറ്റ് സംസ്ഥാന പാതകളും 4 മണിക്കൂർ അടച്ചിടും. ഹരിയാനയെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കേരളത്തിൽ രാജ്ഭവന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും കർഷക പ്രതിഷേധങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ ഡിസംബറിലാണ് ബന്ദിന് ആഹ്വാനം ചെയ്തത്. കർഷക പെൻഷൻ, OPS, കാർഷിക നിയമ ഭേദഗതി എന്നിവ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബന്ദ്. അതേസമയം ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട് തന്നെ പോവുകയാണ്. കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ 3ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. അടുത്ത ദിവസം വീണ്ടും ചർച്ച നടത്തുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ER രാഗേഷ് ആണ് ചേരുന്നത്. രാഗേഷ്, ഈ കാർഷിക വിഷയം വീണ്ടും ദേശീയ തലത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. അതിനിടയിലാണല്ലോ ഇന്ന് ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളെ ഇത് ബാധിക്കില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ബാധിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട്? അഭിലാഷ്, കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ഗ്രാമീൺ ബന്ദ് പുരോഗമിക്കുകയാണ്. 6 മണിക്ക് ബന്ദ് ആരംഭിച്ചു. വൈകിട്ട് 4 വരെ ബന്ദ് തുടരുമെന്നാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയാണ്, പ്രത്യേകിച്ച് വിവിധ ആവശ്യങ്ങൾ കർഷക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് താങ്ങുവിലയ്ക്ക് നിയമസംരക്ഷണം ഏർപ്പെടുത്തുക എന്നുള്ള ആവശ്യം. അപ്പോൾ അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും കർഷക സംഘടനകൾ ഭാരത് ഗ്രാമീൺ ബന്ദ് നടത്തുന്നത്. ഏതായാലും പഞ്ചാബിൽ ഈ ബന്ദ് പൂർണ്ണമാണ് എന്ന് പറയാം. ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ കാര്യമായി ബാധിച്ചിട്ടില്ല. പകരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഒപ്പം തന്നെ ദേശീയപാതകളടക്കം ഉപരോധിക്കാനുള്ള നീക്കം കർഷക സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ട്. ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ ദേശീയപാതയിൽ ഗതാഗതം സംഭവിക്കാനുള്ള നീക്കം കർഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഏതായാലും പഞ്ചാബിൽ തന്നെയായിരിക്കും ഏറ്റവും ശക്തമായി ഈ ബന്ദ് മാറുക. അവിടെ ഏതായാലും ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല എന്നാണ് ഇപ്പോൾ കർഷക സംഘടനാ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, റെയിൽ ഗതാഗതം തടയുന്നതടക്കമുള്ള നടപടികളിലേക്കും കർഷകർ കടന്നേക്കും. ഇന്നലെ ഭാരത് കിസാൻ യൂണിയൻ നേതൃത്വത്തിൽ അവിടെ 4 മണിക്കൂറിലധികം നേരം റെയിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു. സമാനമായ സമര പരിപാടികളിലേക്ക് ഇന്നും കടക്കാൻ തന്നെയാണ് തീരുമാനം. കേരളത്തിലും ബന്ദില്ല, പകരം പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം. പ്രത്യേകിച്ച് രാജ്ഭവന്റെ മുന്നിലേക്ക് മാർച്ച് നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ സമരസമിതി കൈക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും മറുവശത്ത് ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ നടത്തിയ 3ാം വട്ട ചർച്ചയും പരാജയമായിരുന്നു. ഏതാണ്ട് 5 മണിക്കൂറിലധികം നേരമാണ് കൃഷിമന്ത്രി അർജുൻ മുണ്ട, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, നിത്യാനന്ദ റായ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പും ഉണ്ടായില്ല എന്നാണ് കർഷകർ ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് താങ്ങുവിലയ്ക്ക് നിയമസംരക്ഷണം കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ സർക്കാർ മുന്നോട്ട് വെച്ചത് ഒരു സമിതി രൂപീകരിക്കാം, ആ സമിതിയിൽ കർഷക സംഘടനകളെ കൂടുതലായി ഉൾപ്പെടുത്താം, തുടർന്ന് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാം എന്നൊരു നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. ഏതായാലും ഈ ചർച്ചയ്ക്ക് ശേഷം അർജുൻ മുണ്ട പ്രതികരിച്ചത് പോസിറ്റീവാണ്. ചർച്ചയുണ്ടായത് വീണ്ടും കർഷകരുമായി സമരം അവസാനിപ്പിക്കുന്ന അടക്കം അവരുടെ ആവശ്യങ്ങൾ കേൾക്കാനായി വീണ്ടും ചർച്ച നടത്തും. അങ്ങനെ ഞായറാഴ്ച 6 മണിക്ക് വൈകിട്ട് വീണ്ടും ചണ്ഡീഗഡിൽ ചർച്ച നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കർഷകർ ഇപ്പോഴും ശംഭു അതിർത്തിയിൽ, ഹരിയാന പഞ്ചാബ് അതിർത്തിയായി ശംഭുവിൽ തന്നെ തുടരുകയാണ്. ഡൽഹിയിലേക്ക് കടക്കും, ഡൽഹിയിൽ പ്രവേശിക്കും സമരമായി എന്ന് തന്നെയാണ് ഇപ്പോൾ കർഷകർ വ്യക്തമാക്കുന്നത്. സമാനതകളില്ലാത്ത സമരമായിരുന്നു നേരത്തെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് കർഷകർ നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും താങ്ങുവില ഉറപ്പാക്കുന്നതിന് നിയമം നടപ്പിലാക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ പ്രതിഷേധമിരമ്പുന്നത്. അതേസമയം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഹർത്താൽ ബന്ദ് എന്നൊക്കെ കേട്ടാൽ ഇന്ന് അവധിയാണോ എന്നുള്ള ഒരു ആകാംക്ഷയുണ്ട്. നിരവധി കോളുകളും ഒക്കെയാണ് ന്യൂസ് 18ലേക്ക് അടക്കം വന്നത്. എന്തായാലും കേരളത്തെ ഈ സമരം കാര്യമായി ബാധിക്കില്ല എന്ന് തന്നെയാണ് തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഇന്ന് രാജ്ഭവനും കേന്ദ്ര സർക്കാർ ഓഫീസുകളും ഉപരോധിക്കുക ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. സംയുക്ത ട്രേഡ് യൂണിയൻ വേദിയും കർഷക തൊഴിലാളി സംയുക്ത വേദിയും ചേർന്നാണ് രാജ്ഭവൻ ഉപരോധിക്കുന്നത്. ഉപരോധ സമരം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. രാവിലെ 10-ന് മാനവീയം വീതിയിൽ നിന്ന് ഇത് സംബന്ധിച്ച പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില, കർഷക മോർച്ചയുടെ ഡൽഹി ചലോ മാർച്ചിനെ അടിച്ചമർത്തുന്നു എന്നീ ആരോപണങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിലും ഈ പ്രതിഷേധങ്ങൾ
നടക്കാൻ പോകുന്നത്. മറ്റ് ദേശീയ വാർത്തകൾ പരിശോധിക്കുമ്പോൾ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത്